എന്റെ സാഹചര്യം കുറച്ചുകൂടി നന്നായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു. എന്റെ ചുറ്റുപാടുകൾ ഇങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലാതെ ഈ വീട്ടിൽ വന്ന് പെട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി സങ്കടങ്ങൾ നമ്മളിൽ പലർക്കും ഉണ്ട്. ഒരിക്കല് ഒരാൾ വലിയ ഭാണ്ഡവും തോളിലിട്ട് നടന്നു വരിക. ആ ഗ്രാമത്തിലെ ഏറ്റവും പ്രായം ചെന്ന എല്ലാവരും ഉപദേശം തേടുന്ന ഒരാളുടെ അടുത്തേക്ക് ഈ ഭാണ്ഡവും തോളത്തിട്ട ആള് വരിക. എന്നിട്ട് ചോദിക്കുകയാണ്, ഈ നാട് എങ്ങനെയുണ്ട്, ജീവിക്കാൻ കൊള്ളാമോ? ആ പ്രായമുള്ള മനുഷ്യൻ ചോദിച്ചു, എന്തേ, ഇവിടെ താമസിക്കാനാണോ? അപ്പൊ അയാൾ പറഞ്ഞു, അതെ, എനിക്ക് ഇവിടെ താമസിക്കാൻ വേണ്ടിയാ. ഈ നാട് എങ്ങനെയുണ്ട്, ഇവിടുത്തെ നാട്ടുകാരൊക്കെ എങ്ങനെയുണ്ട്? മറുപടിയായിട്ട് ഈ പ്രായമുള്ള മനുഷ്യൻ ഉത്തരം പറയുന്നതിന് പകരം ചോദ്യമാണ് ചോദിച്ചത്, നിങ്ങൾ വന്ന നാട് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ അയാൾ മറുപടിയായിട്ട് പറഞ്ഞു, കൊള്ളില്ലായിരുന്നു. ആർക്കും ആരും ഇഷ്ടമല്ല, എല്ലാവർക്കും എല്ലാവരോടും അസൂയ, അവിടെ മുഴുവൻ പിണക്കാം. അങ്ങനെ ആർക്കും ആരും ഇഷ്ടമല്ലാത്ത നാട്ടില് എനിക്ക് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനും ആ മടുത്തിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ഈ പ്രായമുള്ള മനുഷ്യൻ ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ഇദ്ദേഹം ചോദിച്ചു, എന്തേ അവിടെ ഉത്തരം പറയാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഇവിടെയും താങ്കൾക്ക് അങ്ങനെ തന്നെയായിരിക്കും. ഞാൻ അങ്ങനെ അല്ലല്ലോ കേട്ടത്, ഈ നാട് നല്ലതാണ് എന്നാണല്ലോ കേട്ടത്. അത് ആ പറഞ്ഞ ആളുടെ കാഴ്ചപ്പാടാണ്. എന്നാൽ സുഹൃത്തെ, എല്ലാ നാടിനും എല്ലാ വീടിനും എല്ലാ സ്ഥലങ്ങൾക്കും എല്ലാ പ്രദേശങ്ങൾക്കും ജോലി സ്ഥലങ്ങൾക്കും ഒക്കെ സാധ്യതകളും ബുദ്ധിമുട്ടുകളുമുണ്ട്. ഏത് കണ്ണിലാണോ നമ്മൾ അത് കാണുന്നത്, അങ്ങനെ ഇരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ.